നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങളിത് ഒഴിവാക്കൂല. നല്ല ഉറപ്പുള്ള ഭാഗം നമ്മളിതാ മുറിച്ച് ഒഴിവാക്കുക കേട്ടോ. ഞാൻ ഇവിടം വെച്ച് മുറിച്ച് ഒഴിവാക്കുക. ഇത് നമുക്ക് വേണ്ട. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ കേട്ടോ. ഇന്ന് നമ്മളൊരിതാ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് 2-3 ദിവസം മുന്നേ ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. അപ്പം ഞാൻ ഇതുപോലെ വെള്ളത്തിലിറക്കി വെച്ചാ എന്നാൽ നമുക്കിത് ചീത്തയാവില്ല. ഇപ്പം ഇത് അധികമൊന്നും വാടിയിട്ടില്ല. ഞാൻ വെള്ളത്തിലിറക്കി വെച്ചോണ്ട് നമുക്കപ്പോൾ ഇതിൻ്റെ ഇല വെച്ച് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം നല്ലോണം കഴുകണേ. എന്താ അറിയോ, ഇതിൽ പിന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും. നല്ല പോലെ ഉപ്പുവെള്ളത്തിലോ പിന്നെ എന്താ പറയുക മഞ്ഞപ്പൊടി സുർക്കയിട്ട വെള്ളത്തിലോ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ നല്ലോണം ടാപ്പിൻ്റെ അടിയിൽ വെച്ച് കഴുകുക. അല്ലെങ്കിൽ അതിൻ്റെ നമുക്കിത് ഉപയോഗിക്കുന്നതിന് ഗുണത്തിനേക്കാൾ ദോഷമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം മുറിച്ചെടുത്ത് ഒന്ന് ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. ആദ്യം കിഴങ്ങ് ഒന്ന് കഴുകി കളയുക കേട്ടോ. നല്ല പോലെ ഇതുപോലെ കഴുകുക. ഇപ്പം ഇതാ ടാപ്പിൽ വെച്ച് ഞാൻ നല്ല പോലെ കഴുകി എടുത്തു കേട്ടോ. ക്യാരറ്റും കഴുകി ഇലയും കഴുകി കേട്ടോ. വേസ്റ്റ് ഇല ഇതാ ഇതുപോലെ ഉണ്ട്. ഇത് നമുക്ക് കളയാം. ഇനി നമ്മൾ ഇതൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം എന്നറിയാം, ഇതിൻ്റെ ഇല കട്ട് ചെയ്ത് എടുക്കണം. ഇതിനെ 3ആയി കട്ട് ചെയ്യാൻ പോവുക. അതായത് ഇതാ ഇലകൾ ഇതാ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു ഞാൻ. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതാ ക്യാരറ്റിന് ഞാൻ ഇത്രയും ഭാഗം വെച്ച് ബാക്കിയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ക്യാരറ്റ് ലീവ്സ് ആണ്. അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. ലീവ്സ് ഇതിൻ്റെയും വീഡിയോ ഞാൻ പിന്നാലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ ഇല ഉണ്ടല്ലോ നമ്മൾ മുറിച്ചെടുത്തേ, നന്നായി മുറിച്ചെടുത്തത് നമുക്ക് ടാപ്പിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് കഴുകാം കേട്ടോ. റണ്ണിങ് വാട്ടറിൽ നല്ല പോലെ കഴുകണം കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഉറപ്പുള്ള ഭാഗം നമ്മളിതാ മുറിച്ച് ഒഴിവാക്കുക കേട്ടോ. ഞാൻ ഇവിടം വെച്ച് മുറിച്ച് ഒഴിവാക്കുക. ഇത് നമുക്ക് വേണ്ട പോട്ടെ. ബാക്കിയുള്ളത് വളരെ നൈസാക്കി അരിഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് തണ്ടല്ല കേട്ടോ. പിന്നുള്ളത് കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇത് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതാദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് ഇതിലിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഒരുപാട് ഹാർഡായിട്ടുള്ള എടുത്താലേ ഇതൊക്കെ പിന്നെ അതിൽ വെന്തോളും. അപ്പം ഞാനിത് മുഴുവനൊന്ന് നൈസാക്കി അരിഞ്ഞെടുക്കട്ടെ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് മുഴുവനും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് കൂടെ വേണം കേട്ടോ. നമ്മൾ മുറിച്ച് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അടിഭാഗം ഒഴിവാക്കി വെച്ച മുകൾ ഭാഗം, ഒരു ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക്. അപ്പം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് വേണം. ഇനി ഇതാ വെളുത്തുള്ളി കേട്ടോ. ഒന്നിങ്ങനെ നമ്മൾ പ്രസ് ചെയ്യാം. ഇതൊന്ന് കുനുകുനാ അരിയണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. ഇതാവുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നൈസായി കിട്ടും.
5 പച്ചമുളക് കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് നീളത്തിന് ചീന്തിയിടാം നമുക്ക്. ഇനി ഇതാ ഒരു സവാള നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്യണം. ഇനി തിരിച്ച് വെച്ച് കട്ട് ചെയ്താൽ ഈസിയായി ചെറുതായി കിട്ടും കേട്ടോ. ഇതാ 2 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് കഷ്ണങ്ങളാക്കി വെക്കാം. കൈ കൊണ്ടെല്ലാം മുറിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് വേണം. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണാം കേട്ടോ. എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 1-2 ടീസ്പൂൺ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് ഇതാ നമ്മൾ ആദ്യം തന്നെ ഒരു കുറച്ച് കടുക് ഇടുക കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി. അപ്പം അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കേട്ടോ. ഞാനൊന്ന് കഴുകി എടുത്തതാണ്. നിങ്ങൾ അതിൽ കഴുകി ഉണക്കിയതുണ്ട് അതെടുക്കുക. ഒരു 1-1.5 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കുക. അപ്പോൾ ഇതൊന്ന് ചോർന്ന് വരട്ടെ. ഇപ്പോൾ ഇതാ ഉഴുന്ന് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി വെക്കണേ. ഇതാ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് എല്ലാവരും അവനവൻ്റെ പാകത്തിന് ഇടുക. ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, കുറവ് വേണ്ടി വരും. എന്നിട്ടൊന്ന് നല്ല പോലെ ഇത് വഴറ്റി എടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വറ്റൽമുളകില്ലേ, ഇതാ കാശ്മീരി ചില്ലി, അതുകൂടെ ഇട്ട് കൊടുക്കുക. വറ്റൽമുളകൊക്കെ ഞാനൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ ഇതാ നടുവിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ. ഇനി ഇതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇട്ടാൽ മതിയില്ല കേട്ടോ. കാരണം ഇലയ്ക്ക് അധികം വേവൊന്നുമില്ല. ഇതൊന്നും ഇതിൽ കിടന്ന് വാഴട്ടെ. ഇപ്പോൾ ഇതാ ക്യാരറ്റ് കുറച്ച് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇലയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഒതുക്കി വെക്കണം കേട്ടോ. ഒതുക്കി വെച്ചിട്ട് നമ്മളൊന്ന് മൂടി വെക്കണം. ഇപ്പം എല്ലാം ലോ ഫ്ലെയിമിലേ വേവിക്കാവൂ കേട്ടോ. പ്രത്യേകിച്ച് ഇലക്കറികൾ എല്ലാം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാവൂ. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് നോക്കുക ഇല വന്നിട്ടുണ്ടോയെന്ന്. കൈ പൊള്ളിക്കരുത്. ഒന്നുകൂടി വേവണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി കൂടി ഉപ്പ് ആഡ് ചെയ്യട്ടെ. വെന്തിട്ടില്ല കേട്ടോ. എന്താ അറിയോ, ലോ ഫ്ലെയിമിലല്ലേ നമ്മൾ വേവിക്കുന്നത്. ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ ഇതാ നമ്മൾ ഒരു മുറി നാളികേരം ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇത്രയും എടുത്തു. ഇല കുറവല്ലേ, അപ്പം തേങ്ങയെങ്കിലും കിടക്കട്ടെ വിചാരിച്ചു. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ക്യാരറ്റ് ലീവ്സിൽ, അതായത് ക്യാരറ്റ് ഗ്രീൻസിൽ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എന്തുകൊണ്ടും വളരെ ഗുണമുള്ള ഒരു ഐറ്റമാണ്.
നമ്മളാരും ക്യാരറ്റ് വാങ്ങിയിട്ട് ഇല ഇനി കളയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഒരിക്കൽ ചെയ്താൽ പിന്നെ നിങ്ങൾ ഒഴിവാക്കൂല, അത്രയും ടേസ്റ്റിയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഗ്രീൻസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഉപ്പേരി എന്നാ പറയുക കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ക്യാരറ്റ് മുഴുവനോടെ കിട്ടുമ്പോൾ കളയരുതേ അതിന്റെ ഇലയൊന്നും, പക്ഷെ നല്ലപോലെ കഴുകണം കേട്ടോ. നമ്മൾ വീട്ടിൽ വളർത്തിയെടുത്താൽ നമുക്ക് അങ്ങനെയൊന്നും കഴുകണ്ട, കാരണം നമ്മൾ മരുന്നൊന്നും അടിക്കാണ്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനമല്ലേ. അപ്പൊ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.